ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഇവിടെ കറക്റ്റ് ആയിട്ട് ഇല്ല. അപ്പോൾ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങൾ നോക്കുക. കഴിഞ്ഞ ദിവസം നടന്ന തിരുവനന്തപുരം ജില്ലയുടെ LDCയുടെ ചോദ്യപേപ്പറാണ്. നമുക്ക് ഈ ചോദ്യപേപ്പർ ഒന്ന് വിശദമായി ഒരു വിശകലനം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഏതിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത്, അത് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് എവിടെ നിന്ന് വന്നു എന്നെല്ലാം നമ്മൾ പരിശോധിക്കുകയാണ്. കൃത്യമായ ഒരു വിശകലനമാണ്. ഇത് വെച്ച് നമ്മൾ അടുത്ത പരീക്ഷകളിലേക്ക് തയ്യാറെടുപ്പ് നടത്തുക. ഒരു 50-50 ചാൻസ് ആണ്. വീണ്ടും അതേ ഭാഗം തന്നെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചോദിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 50-50 ചാൻസ് ആണ്. അതുപോലെ നമ്മൾ കട്ട് ഓഫ് പ്രൊഡിക്ഷനും അവസാനം പറയുന്നുണ്ട്, എത്രയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മൾ വിശകലനം ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? നമുക്ക് വൈക്കം സത്യാഗ്രഹവും ചാന്നാർ ലഹളയും ക്ഷേത്രപ്രവേശന വിളംബരവും മലബാർ കലാപവും തന്നിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബി ആണ് ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഇത് ഏത് പാഠഭാഗത്തു എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഓരോ ഒന്നും കൃത്യമായി ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിലല്ലാത്ത മറ്റു കാര്യങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കാം. ആ കാലക്രമം, ആ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ഇതെല്ലാം ഇങ്ങനെ തന്നെ: മലബാർ കലാപത്തിന്റെ വർഷം, ക്ഷേത്രപ്രവേശന വിളംബരം, ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, എല്ലാത്തിന്റെയും വർഷം കൃത്യമായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. 10ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു പാഠഭാഗത്താണ് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഒന്ന്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. 1942 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായി വരുന്നത്. ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിൽ എത്താൻ വേണ്ടി സാധിക്കും. കാരണം ഇത് ജാലിയൻ വാലാബാഗ് ദുരന്തം അല്ല എന്ന് കണ്ടാൽ രണ്ട് വരുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഇതും ഒഴിവാക്കാം. പിന്നെ ഇത് രണ്ടെണ്ണം ഡൗട്ട്. ഇതില് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണെന്ന് പണ്ട് മുതലേ പഠിച്ചു വരുന്ന. അപ്പൊ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ആ ഒരു പാഠഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. അതായത് ഇതെല്ലാം ക്വിറ്റ് ഇന്ത്യ സമരം പറയുന്നുണ്ട്, ജാലിയൻ വാലാബാഗ് കൃത്യമായി പറയുന്നുണ്ട്, വട്ടമേശ സമ്മേളനത്തിന്റെ ഈ 3 കാര്യവും സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാം. പക്ഷെ ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായാലും ഓപ്ഷനിൽ നമുക്കത് കൃത്യമായി ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം, അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കാരണം ഈ ഉത്തരം നമുക്ക് അറിയില്ലെങ്കിൽ പോലും. പക്ഷെ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഇത് മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും എന്ന് പറയുന്ന നമ്മുടെ +2-ലെ ഇന്ത്യ ചരിത്രത്തിലെ പ്രമേയങ്ങൾ ഭാഗം 3 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 1942 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു എന്ന് ഇതേ പോയിന്റ് അങ്ങനെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതായത് മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനം എന്ന് പറയുന്ന +2-ലെ ഭാഗം 3, അതായത് ഇന്ത്യ ചരിത്രത്തിലെ പ്രമേയങ്ങൾ ഭാഗം 3-ല് ഈ ഒരു കാര്യം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് വളരെ അധികം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത്? 1949-ലാണ് സ്ഥാപിതമായത്. ആസ്ഥാനം ജനീവ. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ഇത് 1949-ലാണ് സ്ഥാപിതമായതെന്ന് അറിയാമെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 4 ഇല്ലാത്തത് ഏതാണെന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് 4 വരുന്നത് ഏതാണെന്ന് നോക്കിയാൽ 4 മാത്രമെന്നും 2ഉം 4ഉം എന്നുകൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് വെട്ടിക്കളയാം. ഈ 4 മാത്രവും 2ഉം 4ഉം ഇതിന്റെ ആസ്ഥാനം ജനീവയല്ല എന്ന് അറിയാവുന്ന ഒരാൾക്ക് 2ഉം 4ഉം എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് വളരെ ഈസിയായി എത്താൻ വേണ്ടി സാധിക്കും. ഇനി അതല്ലെങ്കിൽ ലോകം 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ചാപ്റ്റർ ഉണ്ട്.
ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നാറ്റോ, സെറ്റോ, സാർക്ക് എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ബോക്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പേര് മാത്രം പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വരുന്ന പരീക്ഷകളിൽ അവിടെ നാറ്റോ കൊടുത്തിട്ടുണ്ട്, സാർക്ക്, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, അത് നിങ്ങൾ കൃത്യമായി അടുത്ത പരീക്ഷയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്ത് നാലാമത്തത്, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? ഇതില് റോബസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ് വി ഐ ലെനിൻ, സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ, ലോങ് മാർച്ച് മാവോ സേതൂങ്. ഇതിൽ നമുക്ക് ലോങ് മാർച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ എല്ലാം മുണ്ടസ്ക്യൂ എന്ന് പണ്ട് പഠിക്കുന്ന ഒരാൾക്ക് അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ റോബസ്പിയർ എന്ന് പറയുന്ന ആ ഒരു ഇത് ജാക്കോബിൻ ക്ലബിന്റെ ആളാണെന്ന് ഇതും അറിഞ്ഞിരുന്ന നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. അതായത് 1ഉം 4ഉം അല്ലാത്തതാകുമ്പോൾ ഇത് ഒഴിവാക്കാം, ഇതിൽ 4 വരുന്നത് ഇത് ഒഴിവാക്കാം. ഇപ്പൊ 3 മാത്രം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന ആ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം. ഇതും ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ പാഠം, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. വിപ്ലവങ്ങൾ എന്ന 10ാം ക്ലാസ്സിലെ പാഠം പഠിച്ച അവിടെ ലോങ് മാർച്ച് ഉണ്ട്, റോബസ്പിയർ അവിടെ വരുന്നുണ്ട്. പിന്നെ വോൾട്ടയറിനെ കുറിച്ചും മോണ്ടസ്ക്യൂവിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പിരിറ്റ് ഓഫ് ലോ അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് ഈ ഒരു പാഠഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്തത് 5ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1 അതിർത്തി ഗാന്ധി എന്ന പേര് അറിയപ്പെടുന്നു, 1988 ജനുവരി 20 അന്തരിച്ചു, 1987 ഭാരതരത്ന ലഭിച്ചു, ഗുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ഇതിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതിർത്തി ഗാന്ധിയും അറിയാം, ഗുദായി ഖിദ്മത്ഗാറും ഏകദേശം എല്ലാവർക്കും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട് അറിയാം. പക്ഷെ ഇത് രണ്ടിലും ഡൗട്ട് വരുന്നത്. പക്ഷേ നിങ്ങൾ സമരവും സ്വാതന്ത്ര്യവും 'സ്വാതന്ത്ര്യവും' എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നോക്കുക, ഒരു ബോക്സിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഭാരതരത്നം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ഭാരതരത്നം അതിൽ വർഷം പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ബോക്സിൽ കൊടുക്കുന്ന ആളുകളെ കുറച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ പറയുന്ന ആളുകളെ കുറച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉത്തരങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. 1987 ഭാരതരത്നം ലഭിച്ചു. ഈ ഒരു ഭാരതരത്നം ലഭിച്ചു എന്ന് കൂടി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് 3ഉം വരുന്നുണ്ട്. 3ഉം വരുന്ന ഏതും ഇല്ല. അപ്പോൾ ഡി എല്ലാം വരുന്ന ഡി എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ ആ പാഠപുസ്തകം വെച്ചിട്ട് നമ്മൾ പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. ഇനി അടുത്തത് 6ാമത്തെ ചോദ്യമാണ്, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരി. രൂപീകരിച്ചത് 1953 ഷാ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫസൽ അലി, എച്ച് എൻ ഗുൻസ്രു എന്നിവർ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇത് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ക്ലാസ് കൊടുത്തിട്ടുണ്ട്, PDF ആയും കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് 53 രൂപീകരിച്ചു, ഇവരംഗങ്ങളാണ്. ആദ്യ സംസ്ഥാനം ആന്ധ്ര എന്നോ ആന്ധ്രാപ്രദേശ്, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ആന്ധ്രയായാലും ആന്ധ്രാപ്രദേശ് ആയാലും ഉത്തരത്തിൽ എത്തുക. കാരണം ഇതും 1ഉം 3 ഷാ കമ്മീഷൻ അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1ഉം 3ഉം അറിയെങ്കിൽ 1ഉം 3ഉം മാത്രം വരുന്ന ഓപ്ഷൻ ഇല്ല, 1ഉം 3ഉം വരുന്നില്ല. അപ്പൊ 1ഉം 3ഉം 4ഉം എന്ന രീതിയിലേക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. ഇത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നമ്മളിത് കൃത്യമായി പറയുന്നുണ്ട്. നമ്മളിത് കൃത്യമായി ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്ത് ഈ കാര്യങ്ങൾ കൃത്യമായി പറയും. ഇതൊഴിച്ച് ബാക്കിയെല്ലാം അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അവിടെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇനി 7ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? 1 അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. നൈട്രസ് ഓക്സൈഡ് N2O ഒരു ഹരിതഗൃഹവാതകമാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ്. അളകനന്ദ, ഭാഗീരഥി എന്നിവ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഇതിന്റെ ഉത്തരം 1ഉം 3ഉം എന്നിവയാണ്. തെറ്റായ പ്രസ്താവനകൾ 1, 3 എന്നിവയാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മുടെ ഭൂമിയുടെ പുതപ്പ് എന്ന 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്ത്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് പഠിച്ച ഒരാൾക്ക് ഈ ഉത്തരം തെറ്റാണ് എന്ന് മനസ്സിലാകും. പിന്നെ നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണെന്ന് പറയുന്നുണ്ട്. ഗ്രാനൈറ്റ് ഒരുതരം അവസാദശിലയല്ല, ഒരു ആഗ്നേയശിലയാണ്. അത് നമ്മുടെ ഭൗമ രഹസ്യങ്ങൾ തേടി
എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ മറ്റൊരു ചാപ്റ്ററിൽ ആഗ്നേയശില, അവസാദശില, കായാന്തരശില എന്നിവ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഇതിന്റെ ഉത്തരവും കിട്ടും. ഓക്കെ, അപ്പൊ 1ഉം 3ഉം തെറ്റാണെന്ന് അറിയാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഭൂമിയുടെ പുതപ്പ്, ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത താഴെ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം അഗുൽഹാസ് പ്രവാഹമാണ്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. 9ാമത്തെ ഒരു ഇതുണ്ട്. 9ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോധ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിലെ തലസ്ഥാനം അഹമ്മദാബാദ് അല്ല എന്ന് നമുക്ക് ഏകദേശം അത്യാവശ്യം പഠിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവും. സത്ലജ് സിന്ധു നദിയുടെ പക്ഷം. അപ്പൊ 1ഉം 2ഉം ശരിയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. 1ഉം 2ഉം ശരിയുള്ളത് ഇതാ, 1, 2 ശരിയുള്ളത് ഇതുണ്ട്. പിന്നെ 2, 4, 1. ഇതിൽ പറഞ്ഞ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്. ഇതിൽ ശരിയായ പ്രസ്താവന 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. അങ്ങനെ വരുന്ന ഒന്നുമില്ല, ഈ ഒറ്റ ഒന്ന് മാത്രമല്ല. അപ്പൊ 1ഉം 4ഉം ശരിയാണെന്ന് നമുക്ക് പോഷക നദിയാണ്. അതുപോലെ ഇതും 1ഉം 2ഉം 4ഉം ശരി വരുന്നില്ല. അതുകൊണ്ട് 1ഉം 4ഉം ശരി വരും നമുക്ക് എടുക്കാം. അപ്പൊ ഇതും തെറ്റാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് മുന്നോട്ട് പോവാം. ഇനി അടുത്തത്, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? അത് ഹരിക്കെയിൻ എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് വളരെ എളുപ്പത്തിൽ നമ്മൾ എല്ലാ ക്ലാസ്സിലും കാര്യങ്ങളിലൊക്കെ കൊടുത്ത കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് എന്ന് ചോദിച്ചാൽ NW3 നമ്മൾ ക്ലാസ്സിലും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ CRT പാഠപുസ്തകത്തിലും അതിനെക്കുറിച്ചുണ്ട്. അടുത്ത കറണ്ട് അഫയേഴ്സ് ആണ്. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം അത് സൗദി അറേബ്യ ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് നമ്മുടെ 13ാമത്തെ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗം അല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ്. ഇതിലൊന്ന്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ്, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു, ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം. ഇത് തെറ്റാണെന്ന് ബേസായി പഠിക്കുന്ന ഒരാൾക്ക് അറിയാം. അപ്പൊ 4 തെറ്റാണ് എന്ന് പറയുന്ന പ്രസ്താവന വരുന്നത് ഏതാണ്? 4 ശരിയല്ല എന്ന് വരുന്നത് ഇതാ, ഈ D മാത്രമാണ്. അവിടെ അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. കാരണം 4 ശരിയല്ല എന്ന് പറയുന്ന ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇനി അതുമല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 59 എന്ന് പറയുന്ന നമ്മുടെ NCERT പാഠപുസ്തകത്ത് ഇത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ NCERTയുടെ പാഠപുസ്തകത്തിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു, ഭക്ഷ്യ സ്വയം പര്യാപ്ത കൈവരിച്ചു, കീടനാശിനികൾ വ്യാപകമായി ഉപയോഗിച്ചു. ഇങ്ങനെ തന്നെ എന്താണ് കൃത്യമായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 1990 1959 അല്ല 1990 എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അടുത്തത് 14, ഗോതമ്പ്, ചോളം, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിലെ തോതനുസരിച്ച് ശരിയായ സ്ഥാനം കണ്ടെത്തും. കറണ്ട് അഫയേഴ്സ് ആയി നമുക്ക് ഇത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ ബി. അടുത്തത് നമ്മുടെ 15ാമത്തെ ചോദ്യം നമ്മൾ ക്ലാസ് നൽകിയതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവന നൽകിയത്. ഒന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. ഇത് ശരിയാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി ഒന്ന്. 2, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. അത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരും. അങ്ങനെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2ഉം ശരിയാണ് എന്നാണ്. 2ഉം ശരിയാണെന്ന് തന്നെയാണ് വരുന്നത്. 16ാമത്തെ, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഘടന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം എഴുതുക. ഇതിൽ നമുക്ക് ഏറ്റവും അവസാനം നടന്നത് 500, 1000 നോട്ടുകളുടെ നിരോധനം ആണെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. ഏറ്റവും അവസാനം ആസൂത്രണ കമ്മീഷനും ബാങ്ക് ദേശങ്ങളും അതിന് മുമ്പേ ഭൂപരിഷ്കരണക്ക് മുന്നേ നടന്നതാണ്. അപ്പൊ ഇതാണ് ഏറ്റവും അവസാനമായി കണ്ടത്. 3 എന്ന് നമുക്ക് ഏറ്റവും അവസാനത്തത് കാണാൻ ഈ ഒറ്റ ഒന്നില് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ നമ്മൾ സ്മാർട്ടായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻ ഡിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് 17, നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 1, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. 2, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളുടെ രാജ്യത്ത് നടപ്പിലാക്കി. ഈ ഒരു കാര്യവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ
1950, 1990 എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പത്തിക എന്താണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായി അതിൽ സോർട്ട് ചെയ്ത് 4 ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ കൃത്യമായി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് രണ്ടും ശരിയാണ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എ, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ് എന്നിങ്ങനെ കൃത്യമായിട്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അടുത്തത് നമ്മൾ കൃത്യമായി നീതി ആയോഗിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് ഈ ഒരു ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതിനൊത്തരം ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക, ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, ഇറക്കുമതി കുറച്ച് തദ്ദേശീയ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1990 ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1991 ശേഷം എന്ന് പറയുന്ന NCERTയുടെ പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. സ്വകാര്യവൽക്കരിക്കുക എന്താണ് ആ കാര്യങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിൽ പുത്തൻ സാമ്പത്തിക നയം എന്ന് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത് നമ്മുടെ തുല്യതാ പാഠപുസ്തകത്തിലാണ്. ഇതിന്റെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും. അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്ന ഇതാണ്. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. അത് BR അംബേദ്കറാണ് അധ്യക്ഷൻ. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയിട്ടില്ല. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചു എന്നത് തെറ്റാണ്. ഇതിൽ 1ഉം 3ഉം മാത്രമാണ് ശരി. ഇത് നമുക്ക് അത്യാവശ്യം ബേസുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെയെന്ന നമ്മുടെ +1ന്റെ ഒരു ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് ഉണ്ട്. +1ന്റെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിന്റെ ഒരു പാഠഭാഗത്ത് കൃത്യമായി ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെയെന്ന് പറയുന്നതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ വിശദമായി അവിടെ പറയുന്നുണ്ട്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചുള്ള കാര്യം അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അടുത്തത് 21ാമത്തെ ചോദ്യം, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? 1. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നു. 1989 61 ഭേദഗതികളുടെ വോട്ടവകാശ പ്രായം 21-18 കുറച്ചു. 1989 62 ഭേദഗതികളുടെ വോട്ടിംഗ് പ്രായം കുറച്ചു എന്നിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഉത്തരം 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉമാണ് ശരി. ഇതും നമ്മുടെ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന +1ന്റെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൽ ഇങ്ങനെ തന്നെ ഈ വാചകം അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വാചകവും അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കറക്റ്റ് അതേ പോയിന്റ്, ഒരു വാക്ക് പോലും മാറ്റാതെ അങ്ങനെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറഞ്ഞാൽ +1ലെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൽ നിന്നാണ് ഈ ഭാഗം വന്നിരിക്കുന്നത്. അടുത്തത് 22. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്ന രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്ന രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. ഇതിന്റെ 1ഉം 2ഉം മാത്രമാണ് ശരി. ഇതും നമ്മുടെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന +1ന്റെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൽ ഈ 2 കാര്യങ്ങളും അങ്ങനെ തന്നെ ഇതേ വാചകം, ആ ഒരു പാരഗ്രാഫ് ഉണ്ട്, ആ പാരഗ്രാഫിൽ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞ വീഡിയോ ലെങ്ത് അതുകൊണ്ടാണ് അങ്ങനെ അവിടെ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക. ഇനി അടുത്തത് 23. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണെന്നാണ്. ഇത് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിന്റെ ഉത്തരം 1ഉം 2ഉം 4ഉമാണ്. ഇത് ഈ 3 എന്ന് പറയുന്നത് തെറ്റാണ്. ഇതിൽ വരുന്ന കാര്യമല്ല. അത് നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക. അടുത്തത് 24. കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പുതിയ മന്ത്രിസഭയെ കുറിച്ച്. അത് മൻസുഖ് മാണ്ഡവ്യ ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമായി വരുന്നത്. ഇത് ഇപ്പോഴത്തെ മന്ത്രിമാരെ കുറിച്ച് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് പോകണം. 18ാം ലോക്സഭയെ കുറിച്ചും ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക.
ഇനി 25 ഇപ്പൊ അടുത്ത് കണ്ടുവരുന്ന ഒന്നാണ് ദ്രൗപദി. രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ കുറിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഉപരാഷ്ട്രപതിയെ കുറിച്ച് ചോദ്യങ്ങൾ വരാം. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 1ഉം 3ഉം ശരി എന്നാണ്. 1ഉം 3ഉമാണ് ഇതിന്റെ ശരിയായിട്ട് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് കറന്റ് അഫയേഴ്സ് ആണ്. 2021 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായിരുന്നു അബ്ദുൾ ഫത്തഹ് അൽ സിസി. ഏത് രാജ്യ? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് ആണ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത് ഒരു പദ്ധതിയാണ്, സ്നേഹ സ്വാതന്ത്ര്യ പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് എന്നാണ്. ഇതിന്റെ ഉത്തരം 1. 27 ഓപ്ഷൻ 1 സംസ്ഥാനത്ത് എൻഡോസൾഫാൻ പണ്ട് മുതലേ പഠിക്കുന്നതാണ് എൻഡോസൾഫാൻ ഇരകൾക്കുള്ളത്. അടുത്ത 28 2012 പോക്സോ നിയമമാണ്. പോക്സോ നിയമം നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. 1ഉം 2ഉം 3ഉമാണ് ശരി. 4 ഔദ്യോഗിക ഗവേഷണത്തിലായിരിക്കണം എന്നുള്ളത് തെറ്റാണ്. ബാക്കി 3ഉം ശരിയായ ഒന്ന് തന്നെയാണ്. അടുത്തത് വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിച്ച് ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത് എന്നാണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 1ഉം 3ഉം ഇതുമാണ് ശരിയായ പ്രസ്താവന. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു നോക്കുക. അടുത്ത വിദ്യാജ്യോതി പദ്ധതി. ഈ പദ്ധതികളൊക്കെ നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ ഇനി കൃത്യമായി ഡീറ്റെയിൽ ആയി പഠിക്കുന്നതാണ്. അടുത്ത പരീക്ഷയുള്ളവർക്ക് വേണ്ടി കൃത്യമായി നമ്മൾ പഠിക്കും. അപ്പോൾ 30ാമത്തെ ചോദ്യം, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് എന്നാണ്. 1ഉം 2ഉം, അതായത് കേരള സാമൂഹ്യനീതി വകുപ്പ് 2 ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് ശരി. 31 നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ കൊടുത്ത കാര്യമാണ്. 31 കേരളത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ, അത് എം ഷാജറാണ്. നമ്മൾ PDF ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ തന്നെ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ തന്നിട്ടുണ്ട് ഷാജറാണെന്ന്. അടുത്തത് 32 ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാണ് PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ പറയുന്നത്. പക്ഷേ അദ്ദേഹം അതിനു മുമ്പ് രാജിവെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ഓപ്ഷനിലുള്ളത് കൊണ്ട് അതും ഉത്തരമായി വരെ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യാനാണ് സാധ്യത. അടുത്ത 33 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇത് കൃത്യമായി പഠിക്കുക. വെള്ള നിറം എന്തിനാണെന്നും മഞ്ഞ നിറം എന്തിനാണെന്നും ഓറഞ്ച് റെഡ് അലേർട്ട് എന്തൊക്കെയാണെന്നും നമ്മൾ പഠിക്കുക. ഇതിൽ 1ഉം 3ഉമാണ് ശരി, ബാക്കി തെറ്റാണ്. അതായത് ഓറഞ്ച് നിറം എന്ന് പറയുന്നത് നമുക്ക് ജാഗ്രത പാലിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതായത് അത്യാവശ്യം നല്ല ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. റെഡ് അലേർട്ട് അല്ല, അതിന്റെ നേരെ താഴെ കിടക്കുന്ന ഒന്നാണ് ഓറഞ്ച് നിറം എന്ന് പറയുന്നത്. അപ്പൊ അത് 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് 34ാമത്തെ ചോദ്യം, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല, അത് നമുക്ക് ചലനത്തിന്റെ ജീവശാസ്ത്രം, ജീവശാസ്ത്രം എന്ന് പറയുന്ന പാഠഭാഗത്ത് കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ചലനത്തിന്റെ ജീവശാസ്ത്രം എന്ന പാഠഭാഗത്ത് ടെൻഡൻ ആണ് എന്ന് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കുക, ചലനത്തിന്റെ ജീവശാസ്ത്രം. 35 ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇത് വൈവിധ്യം നിലനിൽപ്പിന് എന്ന 8ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് കൃത്യമായിട്ട് നാഷണൽ പാർക്കുകൾ എന്താണ്, വന്യജീവി സങ്കേതങ്ങൾ, കാവുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ എന്താണ് എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അത് പഠിച്ചാൽ അല്ലെങ്കിൽ നോക്കി പോയാൽ അവർക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അടുത്ത ദ്രാവകാവസ്ഥയിലുള്ള യോജകകലയ്ക്ക് ഉദാഹരണം ഏത്? ഇത് കോശജാലങ്ങൾ എന്ന 8ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദ്രാവകാവസ്ഥയിലുള്ള യോജകകല എല്ലാം എന്തൊക്കെയാണോ അതിന് മുഴുവൻ അവിടെ കൊടുത്തിട്ടുള്ള ഒരു ബോക്സിലായിട്ട് അവിടെ എന്താണ് രക്തം എന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ. ഓക്കെ, അടുത്ത 37ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏത്? ഓപ്ഷൻ ബി കരള്. നമ്മുടെ പാഠപുസ്തകത്തിൽ സമസ്ഥിതി പാലനത്തിന് എന്ന 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇത് തന്നെ ഇങ്ങനെ തന്നെ മാറ്റുന്ന അവയവമാണ് കരൾ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടുമായിരുന്നു. അടുത്ത 38ാമത്തെ ചോദ്യം, മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? അഗ്രോമെഗാലി എന്ന് പറയുന്നതാണ്. അഗ്രോമെഗാലി അതും സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ, രാസസന്ദേശങ്ങൾ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഒരു ബോക്സിൽ
കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സൊമാറ്റോ അഗ്രോമെഗലി എന്താണ് എന്നുള്ളത് അതിനെക്കുറിച്ച് അവിടെ നിങ്ങൾക്ക് അത് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം അവിടെ കിട്ടുമായിരുന്നു. അടുത്ത 39ാമത്തെ ചോദ്യം, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് എന്നാണ്. ഇതിന്റെ ഉത്തരം ഏതാണ്? ലൈസോസൈം ആണ്. ലൈസോസൈം. ഇത് നമുക്ക് ഏതാണ്? പ്രതിരോധത്തിന്റെ കാവലാളുകൾ എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട്, പഴയതാണ്. അതിൽ കൊടുത്തിട്ടുണ്ട് ലൈസോസൈം എന്ന് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി. നമ്മൾ പണ്ട് പഠിച്ചിരുന്നതാണ്. നമുക്ക് വീണ്ടും ഒരു ചോദ്യത്തിന് ചോദിച്ചിട്ടുണ്ട്. 2024 ലോക പരിസ്ഥിതി ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ ആണ്, നമുക്കറിയാം. അടുത്ത 42ാമത്തെ ഒരു ചോദ്യമുണ്ട്. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്രസിദ്ധി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസമുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും എന്ന്. ഇതിന്റെ ഉത്തരം 2 ജെ ഓപ്ഷൻ സി ആണ്. ഇത് പ്രവൃത്തി ഊർജം പവർ എന്ന് പറയുന്ന ഊർജം പവർ എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് സ്ഥിതികോർജ്ജത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അത് വ്യക്തമായി പഠിച്ച ഈ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ 43ാമത്തെ ചോദ്യം, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? പ്രകാശ വിസ്മയങ്ങൾ എന്ന് പറയുന്ന എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അപവർത്തനത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അത് പഠിച്ചാൽ ഈ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ 44ാമത്തെ ഒരു ചോദ്യമുണ്ട്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില. ഉത്തരം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതും നമുക്ക് താപം എന്ന് പറയുന്ന പഴയ ഒരു 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ട്. അതിൽ ഇത് കൃത്യമായി ഈ താപനിലയും ഫാരൻഹീറ്റും ഒക്കെ കെൽവിൻ സ്കെയിലും ഒക്കെ കൃത്യമായി പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തരം എത്താൻ വേണ്ടി സാധിക്കും. അടുത്തത് നമ്മൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ കൊടുത്തതാണ്. ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണെന്ന്. ഓഗസ്റ്റ് 23. നിങ്ങൾ പലരും പഠിച്ചു കാണുന്നത് നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ കൊടുത്തതാണ്. അതുപോലെ സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് ആദിത്യ L1. ഇതും നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. 47 രാജദ്രവതം അക്വാറീജിയ എന്നാൽ എന്താണ്? ഇത് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ്. ഇതും നമ്മുടെ 9ാം ക്ലാസ്സിലെ പഴയ കെമിസ്ട്രി ബുക്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 9ാം ക്ലാസ്സിലെ പഴയൊരു കെമിസ്ട്രി ബുക്കിൽ ഉള്ള കാര്യമാണ് അക്വാറീജിയ എന്ന് തന്നെ അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം സാഞ്ചിയാണ്. ഏതാണ്? സാഞ്ചിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത് എന്നാണ്. യഥാർത്ഥ ലായനി ഏത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഉത്തരം സോഡിയം അമാൽഗം എന്നാണ്. ഇത് നമുക്ക് ലായനി എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം പഠിച്ച കൃത്യമായി അതിൽ പാലും കഞ്ഞിവെള്ളവും ചളിവെള്ളവും യഥാർത്ഥ ലായനി അല്ല എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ സോഡിയം അമാൽഗം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അടുത്ത 50ാമത് ചോദ്യം, താഴെ പറയുന്നതിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. ഉത്തരം സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് ബ്ലെൻഡ് ZnS എന്നാണ് സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് ഇത് പഠിച്ചാൽ എത്താം. ഇത് ലോഹ നിർമ്മാണം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. 53 2023 രസായന തരത്തിലുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്ന ഏത് വിഷയവുമായി ബന്ധപ്പെട്ടു? ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്ന വിഷയമാണ്. അടുത്ത 52 അപ്പുക്കുൾ ഏത് കൃതിയിലെ കഥാപാത്രം? ഖസാക്കിന്റെ ഇതിഹാസം. നമ്മൾ പേര് ക്ലാസ്സിൽ കൃത്യമായി കൊടുത്ത ഒന്നാണിത്. ഖസാക്കിന്റെ ഇതിഹാസമാണ് എന്നതിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ. അടുത്ത കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്ത്? സർക്കസ് ആണ്, നമുക്ക് പലർക്കും അറിയാം. പിന്നെ നമ്മുടെ പേര് ക്ലാസ്സിൽ തന്നെ കൊടുത്ത മറ്റന്നാൾ തിക്കോടിയാൻ തൊലിയാതിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ കുഞ്ഞനന്ദൻ നായരാണ് എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടും. അടുത്ത 55 പാലിലെ വെണ്ണ പോൽ വൈതാക്കി ചൊല്ലുന്നൻ ഭാഗ്യമുള്ളവർ ഇതിനെ പഠിച്ചോവർ എന്ന കൃതിയിലെ വരികൾ. ഇത് മുഹ്യുദ്ദീൻ മാല എന്ന് പറയുന്ന കൃതിയിലെ വരിയാണ്. അടുത്ത ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചന ഒരു ദേശത്തിന്റെ കഥ എന്നതാണ്. ഒരു ദേശത്തിന്റെ കഥ. 57 ഇത് നമ്മൾ ജ്ഞാനപീഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അടുത്തത് 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിനെ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ താരം R പ്രജ്ഞാനന്ദ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ മൻസൂർ ക്രോപ്സ് ബയോ ബ്ലിറ്റ്സ് 2024 നടപ്പിലാക്കുന്നത് കേരള വന ഗവേഷണ കേന്ദ്രമാണ്. മൻസൂർ ക്രോപ്സ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്തണം, വനം ആയിരിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ 59 ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ് ഡാഷ്. ഏതാണ്? മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്. അതായത് ബൈറ്റ്, KB, MB, GB, TB എന്നിങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ആ GB എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അടുത്ത 60 തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ കമ്പനി എഡ്ജ്, മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ്, മൈക്രോസോഫ്റ്റിലെ അഡോബ് ആണ്. അഡോബ് അതറിയാവുന്ന ഒരാൾക്ക് 2 എന്നാണ് തെറ്റാണ് എന്ന് കണ്ടുവന്നത്.
കണ്ടെത്താൻ പറ്റും. 2 തെറ്റാണെങ്കിൽ 2 വരുന്നതൊക്കെ നമുക്ക് എന്താണ് ഇത് മാത്രമേ ശരിയാണെന്ന്, 2 ഇത് ശരിയല്ല, ഇതും ശരിയല്ല. അപ്പൊ നമുക്ക് ഒന്നും ഇത് മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാകുക. അതില് എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഇതിന്റെ നമുക്ക് എഡ്ജ് മൈക്രോസോഫ്റ്റ് ഇതിൽ 1, 3, 4 ശരിയാണ്. അപ്പൊ ഇത് മാത്രമാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണെന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അടുത്തത് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ അത് ക്യാനാണ്. ലാനും വാനും മാനും നമുക്കറിയാം, കണ്ടെത്താം. പിന്നെ താഴെ പറയുന്നത് മെറ്റ എന്ന് പറയുന്ന ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ മെറ്റയുടെ കീഴിലാണ്. ഇത് ടെലിഗ്രാം മാത്രമാണ് അതല്ലാത്തത് എന്ന് മനസ്സിലാക്കുക. ഡീപ് ഫേക്ക്, നമ്മളിപ്പോ എല്ലാം ഏറ്റവും കറണ്ടായി കണ്ടുകൊണ്ടിരിക്കുന്ന ഡീപ് ഫേക്ക് എന്ന വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്, നമുക്കറിയാം. പിന്നെ 64 വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണറാണ്. നമ്മുടെ പേര് ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. 65 ഉപഭോക്തൃ സംരക്ഷണ 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ നിസ്വാർത്ഥ സേവനങ്ങൾ, ബാക്കിയെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്തത് 66 ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ പട്ടികവർഗ സംരക്ഷണ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നതാണ് അതിൽ പെടാത്ത കാര്യങ്ങൾ, ബാക്കിയെല്ലാം പ്രവർത്തനം ആണ്. അടുത്ത 67 ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്നതെല്ലാം മാനസികവും ശാരീരികവുമായ പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധന നേട്ടത്തിന് പരാതിക്കാരുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം എല്ലാം അതിൽ പെടുന്നതാണ്. അടുത്തത് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന പോക്സോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 2012. 69ാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ, ഇതില് അരുൺകുമാർ മിശ്ര എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു കാലത്ത് കൊടുക്കാം, പക്ഷെ നിലവിൽ ആ സ്ഥാനം വേക്കന്റ് ആണ്. അടുത്ത ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ, ഇത് നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖാ ശർമ്മ നമ്മൾ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. അടുത്ത 71 മുതൽ കണക്കാണ്. 71 മുതലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് കണക്കാണ്. 71ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 15% എന്ന് പറയുന്നതാണ്. അതുപോലെ 72ാമത്തെ ചോദ്യം 138. 73ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2 മണിക്കൂർ 15 മിനിറ്റ്. 74ാമത്തെ ചോദ്യം നമുക്ക് 1 എന്ന പറയുന്ന ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. 75 30 അതുപോലെ 76 എന്ന് പറയുന്നത് D ആണ് ഉത്തരം വരുന്നത്. 76 C ആണ്, ഇതല്ല, C ആണ് ഉത്തരം വരുന്നത്. 77 എന്ന് പറയുന്നത് തെക്ക് വരുന്നുണ്ട്. അതിൽ 78 D ആണ്, 78 D ആണ്. 79 എന്ന് പറയുന്നത് A ആണ്. 80 B ആണ്, 80 B ആണ് വരുന്നത്, B ആണ് ഉത്തരം വരുന്നത്, 80 B. ഓക്കെ, അടുത്തത് 81 മുതലുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷ് നോക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. ടൂറിസ്റ്റ് കേരളം ക്ലാസ് നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഹാസ് ആണ്. ലെറ്റ്സ് ഗോ ഫോർ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഷാൽ വി ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ലാസ് ഒരുപാട് എക്സാമ്പിളുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻഡയറക്ട് സ്പീച്ചിന്റെ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെയ്സ് വരുന്ന അങ്ങനെ തന്നെ ഉപയോഗിക്കണം. സെയ്സ് വന്നു കഴിഞ്ഞാൽ ആ സെയ്സ് എന്ന് വരുന്നത് അങ്ങനെ തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന 2 എണ്ണമാണുള്ളത്. ദാറ്റ് ഇത് ഐ ആം അറ്റൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഈ ഈസ് വരും, ആം ഇൻ ഈസ് വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ഇഫ് ഐ ഹാഡ് മണി എന്താണ് വുഡ് ഹെൽപ് ദ പുവർ, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ബിലോങ്സ് ടു ആണ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 85. അതുപോലെ ഈ 86 ഉത്തരം ഓപ്ഷൻ D ആണ്. ഇത് ആന്റോണിംസ് പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ സ്പെല്ലിംഗ് നമ്മൾ കൃത്യമായി അവിടെ നൽകിയിട്ടുണ്ട്. അത് പഠിച്ച ഒരാൾക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. പിന്നെ 87 ഉത്തരം എന്ന് പറയുന്നത് ഇഡിയം ബോൺ ഓഫ് കൺവെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് ടു ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നതാണ്. പിന്നെ ഇത് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ടാക്ക് ഓഫ് ഫോൾസ്, ഏറ്റവും ആദ്യം തന്നെ അതിന്റെ കാര്യങ്ങൾ കുറച്ച് ടാക്ക് വരുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിനോണിം ഫോർ അമെൻമെന്റ് എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ എന്ന്, അമെൻമെന്റ് ചെയ്യുക, മോഡിഫിക്കേഷൻ ചെയ്യുക, മാറ്റം വരുത്തുക എന്ന അർത്ഥത്തിൽ അത് മനസ്സിലാക്കാം. പിന്നെ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം സർപ്ലസ് എന്ന് തന്നെയായിരിക്കും. ഇനി മലയാളം അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം ചോദിച്ചാൽ അത് നമുക്ക് സന്തതി ഇല്ലാത്തവൻ എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഈ 90 ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ നൽകിയിട്ടുണ്ട്. നമ്മളെ പേര് ക്ലാസ്സിൽ നൽകിയിട്ടുള്ളതാണ്. ഐകമത്യം എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്, വിമ്മിട്ടം കൊടുത്തിട്ടുണ്ട്, സമ്രാട്ട് കൊടുത്തിട്ടുണ്ട്, കവയത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കവയത്രി എന്ന് പറഞ്ഞാൽ ശരിയായത് പഠിക്കാം. അതുപോലെ സലിംഗ ബഹുവചനം, ഇത് ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ PDF ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ പുരുഷന്മാർ എന്ന് പറയുന്ന മിടുക്കന്മാർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാർ വരുന്നത് അങ്ങനെയുള്ളത് സലിംഗ ബഹുവചനമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത് ചുരുക്കി പറയുക, നമ്മളത് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തതാണ്. ഒരു ക്ലാസിന്റെ നോട്ടായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിഞ്ഞാണ വർണ്ണം, പിഞ്ഞാണത്തിന്റെ വർണ്ണം എന്നതാണ് ഉത്തരം വരുന്നത്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞ ശരിയായിട്ട് നമ്മൾ അണയ്ക്കുക. പുട്ട് ഔട്ട് എന്താണെന്ന് നമ്മൾ കൃത്യമായി അതും നമ്മളൊരു ഫോട്ടോ ഇമേജ് ആയി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിച്ച ഒരാൾക്ക് അത് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ദ്രൗണി എന്ന് പറഞ്ഞ അശ്വത്ഥമാവ് എന്നാണ് ഉത്തരം. അതായത് 98 ചിന്മുദ്ര, ചിത് മുദ്ര എന്ന് വരും.
അടുത്തത് 99 കേരളവാണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജൻ. ഇതൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ അക്ഷരത്തെറ്റുള്ള വാക്ക് ശ്രേഷ്ഠൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പ്രേഷ്ഠൻ കൊടുത്തിട്ടുണ്ട്, വിശിഷ്ടം കൊടുത്തിട്ടുണ്ട്. ഇതിൽ വിശ്വസ്തൻ വിശ്വസ്തൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ ശരിയായ ഉത്തരം വരുന്നത്. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ കൃത്യമായി നല്ല രീതിയിൽ തയ്യാറെടുത്ത ഒരാൾക്ക് ഈ പരീക്ഷയിൽ ഒരു ഏറ്റവും കുറഞ്ഞത് 55 മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. 55 മുകളിലേക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നതിനാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പല കുട്ടികൾക്കും 55 മുകളിൽ മാർക്കുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഏകദേശ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് കഴിഞ്ഞ തവണ 52 പോയിന്റ് സംതിങ് ആയിരുന്നു. അതിന് പ്രകാരം നമ്മൾ പറയുന്നത് ഏകദേശം ചെറിയ മാറ്റം അതിൽ വരാം. 55-നും 61-നും ഇടയിൽ ഒരു കട്ട് ഓഫ് ആണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത്. 55-നും 61-നും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് ആണ് നമ്മൾ ഇത് കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് 55-നും 61-നും ഇടയിലാണ്. ഇനി ആളുകളെ കുറക്കാൻ ഉദ്ദേശിച്ച കട്ട് ഓഫ് കൂടാം എന്ന രീതിയിലേക്ക് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ 55-നും 61-നും ഇടയിൽ ഒരു കട്ട് ഓഫ് തന്നെ വരാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഏത് ഭാഗത്തു നിന്നാണ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വസ്തുതകൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ആ പാഠഭാഗം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒന്ന് പഠിച്ചെടുക്കുക. പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയി തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി സമയമുണ്ട്. നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പറിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുതൽ ക്ലാസ്സുകൾ കൂടുതലായിട്ട് പെയ്ഡ് ക്ലാസ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബാക്കി എന്താണ് വരുന്ന പരീക്ഷയിൽ എങ്ങനെയൊക്കെ തയ്യാറെടുക്കണമെന്ന് നമ്മൾ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായി ഈ കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കുക, ഏതൊക്കെ ഭാഗങ്ങളാണ് എന്ന് കണ്ട് അതിലുള്ള പോയിന്റുകൾ കൂടുതലായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്